നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ച ദേശീയ വിദ്യാഭ്യാസ മന്ത്രി കുട്ടികളോട് മാപ്പ് പറഞ്ഞു. സിബിഎസ്ഇ പരീക്ഷയിൽ വീഴ്ചകൾ സംഭവിച്ചു. വിദ്യാഭ്യാസ മന്ത്രി കുട്ടികളോട് മാപ്പ് പറഞ്ഞു. എസ്എസ്സി സിജിഎൽ പരീക്ഷയിൽ ക്രമക്കേട്, അന്വേഷണം ആരംഭിച്ചു. കേരളത്തിൽ ഇന്നലെ 3 ലക്ഷം കുട്ടികൾ പുതിയതായി സ്കൂളിൽ പ്രവേശനം നേടിയപ്പോൾ 2 LP സ്കൂളുകൾ കുട്ടികളില്ലാതെ അടച്ചുപൂട്ടൽ ഭീഷണി. അടുത്ത നീറ്റ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എത്തിക്കുവാൻ എയർഫോഴ്സിന്റെ സഹായം തേടിയതായ വിവരങ്ങൾ വരുന്നു. ഇനിയും ചോർച്ചകളുണ്ടായാൽ നമ്മുടെ പരീക്ഷകളെല്ലാം മിലിറ്ററി നടത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകുമോ? ഈ IPL മത്സരത്തിൽ ഫൈനലിൽ ഇന്റർവെല്ലിൽ കാണിച്ച ഒരു ഷോ ഉണ്ടായിരുന്നു. ആ ഷോ ഇന്ത്യക്ക്, മതേതര ഇന്ത്യക്ക് ചേർന്നതാണ്. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇന്ത്യ പറയുകയാണ്, ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, ലോകശക്തികൾ 1ാം സ്ഥാനത്തേക്ക് ഇന്ത്യ മാറുമെന്ന്. അമേരിക്കയിലും ചൈനയിലുമെല്ലാം കഴിഞ്ഞ 10 വർഷമായി AI ഉപയോഗിച്ചു തുടങ്ങി. AIയുടെ പുതിയ പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്ത്യയിലുള്ള എല്ലാ ഡാറ്റയും അമേരിക്കൻ കമ്പനിക്ക് നൽകിക്കഴിഞ്ഞു. ഇപ്പോഴാണ് ഇന്ത്യയിൽ AI ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന് പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. ഇതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയാണ്. വിദ്യാഭ്യാസം മുന്നേറിയില്ലെങ്കിൽ ഒരു രാജ്യം എങ്ങനെയാണ് മുന്നേറുക? ഇതിനൊരു മാറ്റം വരട്ടെ. ഇതിന് ഇനിയും ഒരുപാട് CJP പാർട്ടികൾ ഇന്ത്യയിൽ രൂപം നൽകും. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത് നേരിട്ട് അനുഭവിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ പ്രതികരിക്കുന്നത്. അവർ ഇനിയും പ്രതികരിക്കും. ഈ രാജ്യത്ത് നടക്കുന്നത് മുഴുവൻ ശരിയാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ?